ഇരുണ്ട യുഗത്തിലേക്ക് കേരളത്തിലെ നയിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ നാട് നവോത്ഥാനം നടന്ന നാടാണ്. അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ഒക്കെ എതിരായിട്ട് പോരാട്ടം നടത്തിയ നാടാണ്. ഇത് ശ്രീനാരായണ ഗുരുദേവൻ്റെയും ചട്ടമ്പി സ്വാമിയുടെയും മഹാത്മാ അയ്യങ്കാളിയുടെയും നാടാണ് ഈ നാട്. ഗവർണർക്ക് ചിലപ്പോൾ അത് അറിയില്ലായിരിക്കും. പക്ഷെ അദ്ദേഹം ഇത്ര ഗുരുതരമായിട്ടൊരു പ്രസ്താവനയിലൂടെ തൻ്റെ ഭരണഘടനാ പദവിയെ തന്നെ അപമാനിച്ചിരിക്കുകയാണ്. കേരളത്തിലെ കുട്ടികളെ കാലുകഴിപ്പിക്കലാണ് കേരളത്തിലെ സംസ്കാരം എന്ന് അദ്ദേഹം പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കേരള ജനത തയ്യാറാവില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. അദ്ദേഹം സവർണ ഫാസിസ സംസ്കാരം കേരളത്തിൽ പഠിപ്പിക്കാൻ നോക്കുകയായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം പാദപൂജകളെ, കുട്ടികളെ കൊണ്ട് നടത്തുന്ന പാദപൂജകളെ ന്യായീകരിക്കുമായിരിക്കും. പക്ഷേ അദ്ദേഹം വഹിക്കുന്ന പദവിയുടെ മഹത്വം അദ്ദേഹം മനസ്സിലാക്കണം. ഗവർണറാണ് അദ്ദേഹം. ഈ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും കൂടുതൽ പുരോഗമനപരമായി മുന്നോട്ട് പോയ ഈ സംസ്ഥാനത്തെ പിന്നോട്ട് നയിക്കാൻ ഒരു ഗവർണർ തന്നെ മുന്നോട്ട് വരുന്ന കാഴ്ച അങ്ങേയറ്റത്തെ അപലപനീയമാണ്. ഇദ്ദേഹത്തിന് വെറും സവർണ അജണ്ടകളെ വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം മാത്രമാണ് ഉള്ളതെന്ന് തെളിയിക്കുന്നതാണ് ഇത്. ഇത് തെരഞ്ഞെടുത്തേക്കുന്ന ആളുകളും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പക്ഷേ ബി.ജെ.പിയുടെ ആലപ്പുഴ ജില്ലാ അതാ പറഞ്ഞത്, ബി.ജെ.പിയുടെ ജില്ലാ സെക്രട്ടറിമാരുടെ കാല് കഴിക്കാൻ കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളെ വിട്ടുകൊടുക്കണം, അതാണ് കേരളത്തിൻ്റെ സംസ്കാരം എന്ന് ഗവർണർ പറയുന്നൊരവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. സംസ്ഥാനത്തിന് നാണക്കേടാണ് ഈ ഗവർണർ. ഈ ഗവർണറെ ഓർത്ത് ലജ്ജിക്കേണ്ട അവസ്ഥയിലാണുള്ളത്. കാരണം ഗവർണർ പദവിയിലിരിക്കുന്നവർ രാജ്യത്തെ പുരോഗമനത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം അധപ്പതനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. തരൂരുമായി ബന്ധപ്പെട്ടുണ്ടായത് അതാണല്ലോ ഇപ്പം നടക്കുന്നത്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ നിങ്ങളെല്ലാ മാധ്യമപ്രവർത്തകരും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യ വകുപ്പിന് വന്നിരിക്കുന്ന ശനിദശയെക്കുറിച്ച്, അനാരോഗ്യത്തെക്കുറിച്ച്. അത് വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ചിട്ട് നടപടി സ്വീകരിക്കുന്നതിന് പകരം ഇത് ഉന്നയിക്കുന്നവരെ ജയിലിലടച്ചാൽ കൊണ്ട് പ്രശ്നം തീരുന്നതാണോ ഇതൊക്കെ? കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് ഉള്ള തകരാറുകൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടും അത് പരിഹരിക്കാനും വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ നടപടികൾ സ്വീകരിക്കേണ്ട ഗവൺമെൻറ് അത് സ്വീകരിക്കുന്നതിന് പകരം ഇതിനെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ അവരുടെ വായടപ്പിക്കാനും അവരെ ജയിലെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും തീരില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്, ആരോഗ്യ മേഖലയിൽ ഉള്ള ഈ പിടിപ്പുകേടിനെതിരായിട്ടുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും. അല്ല, എനിക്കറിയില്ല കേട്ടോ. ചെയ്യുന്നത് സാധാരണഗതിയിൽ ഏതെങ്കിലും മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചവരെയാണ്. സി സദാനന്ദ് വന്ന് ബി.ജെ.പി നേതാവിനെ നോമിനേറ്റ് ചെയ്തതിന് പിന്നിലുള്ള അഭിപ്രായം എന്താണ്? അല്ല, ഞാനിപ്പം കേരളത്തിൽ നിന്ന് ഒരാൾ രാജ്യസഭയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടതിനെ ഞാൻ അപലപിക്കാനല്ല ശ്രമിക്കുന്നത്, പറയട്ടെ. പക്ഷേ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത് നിങ്ങൾ ആരൊക്കെയാണ്? സച്ചിൻ തെണ്ടുൽക്കറെ പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകളെയാണ് രാഷ്ട്രപതിമാർ നോമിനേറ്റ് ചെയ്യാറുള്ളത്. കേരളത്തിന് മുൻപ് നോമിനേറ്റ് ചെയ്തത് M.S. സ്വാമിനാഥനെയാണ്. നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ശാസ്ത്രജ്ഞനായിട്ടുള്ള M.S. സ്വാമിനാഥനെയാണ് നോമിനേറ്റ് ചെയ്തത്. അപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കും, രാഷ്ട്രപതിയുടെ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ചിട്ടുണ്ടാവും. ആ കാര്യം ശരി. നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? രാഷ്ട്രപതിയുടെ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അങ്ങനെ നോമിനേറ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ കോട്ടയിൽ നോമിനേറ്റ് ചെയ്യണമായിരുന്നു. ആരും എതിര് പറയില്ല, പൊളിറ്റിക്കൽ കോട്ടയിൽ നോമിനേറ്റ് ചെയ്യാം. പക്ഷേ രാഷ്ട്രപതിയുടെ നോമിനേഷൻ വരുമ്പോൾ അത് M.S. സ്വാമിനാഥൻ്റെ ഒരു പാരമ്പര്യം കേരളത്തിലുള്ള സാഹചര്യത്തിൽ അത് മനസ്സിലാക്കാൻ ജനങ്ങൾ തയ്യാറാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇന്ന് പത്തനംതിട്ടയിൽ വെച്ചിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വേദി, ആ വേദിയിൽ P.J. കുര്യൻ ഇന്ന് യൂത്ത് കോൺഗ്രസിനെ വിമർശിക്കുന്ന തരത്തിൽ കാര്യങ്ങളുണ്ട്.